പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. നല്ലൊരു മൂവിയാണ്, കണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. മൂവി കൊള്ളാം. മൂന്നുപേരുടെ കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? വർക്കൗട്ട് ആയിട്ടുണ്ടോ? ഏത് ജോണിൽപ്പെട്ട മൂവിയാണ്? നല്ലൊരു സസ്പെൻസ് ത്രില്ലിംഗ് മൂവിയായിട്ട് ലാസ്റ്റ് വരെ പ്രേക്ഷകരെ കൊണ്ട് എത്തിക്കുന്നൊരു മൂവി. അതേപോലെ തന്നെ അശ്വന്ത്, വൈശാഖ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ എല്ലാം നല്ല മനോഹരമായിട്ട് ഉണ്ട്. പിന്നെ സീമാജി നായരുടെ വേഷം കൊള്ളാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഏത് ജോണിൽപ്പെട്ട മൂവിയാണ്? ഇത് ഒരു ക്യാമ്പസ് ഫാമിലി എല്ലാം ടച്ചിങ് ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു ടച്ചിങ് കോമഡി എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ക്യാമ്പസിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു എല്ലാം ചേർന്നിട്ടുള്ളൊരു നല്ല ഞാൻ ഒരുപാട് മലയാള സിനിമയിൽ ചെറിയൊരു വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു CI ആയിട്ട് അഭിനയിക്കാൻ പറ്റിയത് ഭാഗ്യം. ഞാൻ സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സദാശിവൻ്റെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. MM സിദ്ദിഖ് സാർ ഒരു പോലീസ് ഓഫീസറായ അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു CI ആയിട്ട് അഭിനയിക്കാൻ സാധിച്ചില്ലെന്ന് ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും സിനിമ കാണണം. നല്ലൊരു അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഈ സിനിമ. എല്ലാവരും കാണണം. എങ്ങനെയുണ്ട് നമ്മുടെ കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? കോംബോ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ത്രില്ലർ മൂവിയാണ്. സസ്പെൻസ് ത്രില്ലറിനേക്കാളും കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇൻസിഡൻറ്റും രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് ഇടപെടലുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതിലൊക്കെ അതിനെ ഓവർകം ചെയ്ത് വരുന്നൊരു സ്റ്റോറിയാണ്. അതിൽ വരുന്ന രാഷ്ട്രീയപരമായ ഇടപെടലിൽ വരുന്ന ഒരു ഇൻസിഡൻറ്റിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് കൂട്ടിണക്കി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു ഡിസ്റ്റൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു. ഞാൻ ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസറാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആശുപത്രി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ഷോകൾ കഴിയുമ്പോഴാണ് കറക്റ്റ് എന്താണെന്നുള്ള പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത്. പ്രേക്ഷകർ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണണം. ഇനി ആശുപത്രി പറയും. എല്ലാവരും അത് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക, കണ്ടതിന് ശേഷം ആ അഭിപ്രായം അറിയിക്കുക എന്നുള്ളതാണ്. ഒരു നിങ്ങൾ പലരും സിനിമ കണ്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ആ സിനിമയുടെ അവസാനം വരുന്ന ഇമോഷനൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെയും ഒരു ഇത്. അപ്പോൾ അത് കറക്റ്റ് ആ മീറ്ററിൽ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി ഇനി ഷോകൾ കഴിയുമ്പോൾ കറക്റ്റുള്ള റെസ്പോൺസുകൾ അറിയിക്കുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക എന്നുള്ളതാണ്. മനസ്സിലാക്കുകയും ചതിക്കുഴിയിലൊക്കെ പെടാതെ സൂക്ഷിക്കാൻ പറ്റിയ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപകടങ്ങൾ നല്ല സിനിമ പോലെയാണല്ലോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ. നല്ല മ്യൂസിക്കാണ്. പാട്ട് സൂപ്പറായിട്ടുണ്ട്. 3 പാട്ടുണ്ട്. 3 നല്ല പാട്ട്. ഫാമിലിയായിട്ട് സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് എപ്പോഴും ആകാംക്ഷയാണ് എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുണ്ട്. ക്യാമ്പസ് ത്രില്ലർ എല്ലാം പൊളിറ്റിക്സ് എല്ലാം ഈ സിനിമയിലുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.